തങ്ങള് ഇപ്പൊ നമ്മള് അമേരിക്കയിലേക്ക് വന്നപ്പോ കുറെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങള് അമേരിക്കയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ആഡംബരല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരോട് തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആഡംബരവും ആരാധനകളൊക്കെ തമ്മിലുള്ള വ്യത്യാസം നീയത്തനുസരിച്ചാണ്. യഥാർത്ഥത്തിൽ ആരാധനകൾ അതിപ്രധാനമായ ഒരു ആരാധനയാണ് യാത്ര എന്നുള്ളത്. ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ യാത്രയെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖുൽ സീറൂ ഫിൽ അർളി അഫലം യസീറൂ ഫിൽ അർളി, എന്തുകൊണ്ടാണ് യാത്ര ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12ാമത്തെ വയസ്സിൽ ഇന്നത്തെ സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇൻ്റർനാഷണൽ ടൂറ് മക്കയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോയത്. എല്ലാവരും പഠിച്ചതായിരിക്കുമല്ലോ. ഒരു മനുഷ്യൻ്റെ വിജയങ്ങളൊക്കെയും യാത്രകളിലൂടെയാണ്. യാത്രയിൽ ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. മഹാന ഇമാമുന ഷാഫി റളിയല്ലാഹു ദീവാനു ഷാഫി എന്ന നിലയിൽ യാത്രയുടെ 5 വലിയ ഗുണങ്ങൾ പറയുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളം അത് വളരെ മോശപ്പെട്ട വെള്ളം, അത് ഒലിക്കുമ്പോഴാണ് വെള്ളം സംശുദ്ധമായി മാറുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ ആവും. എന്ന പോലെ തന്നെ കിണറ്റിലെ തവളകളെ പോലെ ആയിരിക്കും ഒരു നാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ. അതിങ്ങനെ ഒലിക്കുന്ന വെള്ളം പോലെ ആകുമ്പോഴാണ് യാത്രകളിലൂടെയാണ് ഗുണം കിട്ടുന്നത്. കടല സമുദ്രങ്ങളിൽ മത്സ്യങ്ങൾ, പവ്യങ്ങൾ, മുത്തുകൾ ധാരാളമുണ്ട്. അതിന് വാല്യൂ ഇല്ല. അത് പുറത്ത് വരുമ്പോഴാണ് വാല്യബിളായി മാറുന്നത്. അതേ സ്ഥാനത്ത് അല്ലെങ്കിൽ സമുദ്രത്തിൽ കിടക്കുമ്പോൾ അത് അൺവാല്യബിളാണ്. ഏത് സാധനങ്ങളും വാല്യൂ കൂടുന്നത് യാത്രകൾക്കനുസരിച്ചാണ്. 10,000 സ്വഹാബിമാരല്ലാത്ത 1,00,000-ലേറെയും സ്വഹാബാക്കൾ പുറം ലോകത്ത് യാത്ര ചെയ്തവരാണ്. മക്കയിൽ ആകെ 10,000 സ്വഹാബിമാരുടെ, മക്ക, മദീന, ഹിജാസിൽ 10,000 സ്വഹാബിമാരുടെ അന്ത്യവിശ്രമ സ്ഥാനമേ കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള സ്വഹാബാക്കൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യാത്ര ചെയ്തവരാണ്.